മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു എഴുത്തുകാരനാണ് ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. മലയാളത്തിലെ ആധുനിക കഥാസാഹിത്യത്തിന് അതുല്യമായ സംഭാവനകൾ നൽകിയ അദ്ദേഹം സരളവും എന്നാൽ തീക്ഷ്ണവുമായ ഭാഷാശൈലി കൊണ്ട് മലയാള വായനക്കാരെ പുതിയൊരു ഭാവുകത്വത്തിലേക്ക് നയിച്ചു. എഴുത്തിലോ ജീവിതത്തിലോ ഒരു കാപട്യവും പുലർത്തിയിട്ടില്ലാത്ത അദ്ദേഹം പലതവണ പഴി കേൾക്കേണ്ടി വന്ന എഴുത്തുകാരൻ കൂടിയാണ്. സാഹിത്യത്തിലെ ഈ വല്യക്ക മലയാളത്തിലെ ഇളം തലമുറക്കാർക്കെല്ലാം കുഞ്ഞിക്കയാണ്. കുഞ്ഞിക്ക, നമുക്ക് കാരക്കാട്ട് നിന്ന് തുടങ്ങാം. കാരക്കാട്ടെ ഒരു കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? അമ്മയുടെ ഗർഭപാത്രത്തിൽ തുടങ്ങിക്കൂടെ നമുക്ക്? എന്നാലും അമ്മയുടെ ഗർഭപാത്രത്തിൽ തുടങ്ങേണ്ടതാണ്. നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലാണ്. അപ്പോൾ നമ്മളത് ഓർമ്മിക്കുന്നില്ല. നമ്മളിപ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. വേറെ ജീവിതം സ്വർഗത്തിലുണ്ട്. അതുപോലെ തന്നെയായിരുന്നു അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴേ. ആ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴുള്ള ഇങ്ങനെ നമ്മൾ പുറത്തു പോകും, നമുക്ക് അറിയില്ല. അപ്പോൾ അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അമ്മേ എനിക്ക് വൈറ്റമിൻ തരുന്നില്ലല്ലോ, എനിക്ക് ഗ്ലൂക്കോസ് വേണ്ടേ. അപ്പോൾ അമ്മ എന്നോട് പറയും, എന്നെ ഗർഭം ധരിച്ചിരുന്ന അമ്മ, എടാ മോനെ നീ വേറൊരു ലോകമുണ്ട്. ഇത് ഒരു വർഷമേ ഉള്ളൂ, 10 മാസം 9 മാസവും 10 ദിവസമേ ഉള്ളൂ. നീ അത് കഴിഞ്ഞാൽ ഈ ജയിലിൽ നിന്ന് പുറത്തു പോകും. പിന്നെ നിനക്ക് പിന്നെ ഇത് 1 വർഷം 100 വർഷം കൊണ്ട് എല്ലാ സാധനവും അവിടെ കിട്ടും. അതുപോലെയാണ് നമ്മുടെ ലൈഫ്. അതുപോലെയാണ്. ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പോൾ ഈ കാരക്കാട്ട് ജീവിതം, പിന്നെ കാരക്കാടെന്ന് ഒരു കുഗ്രാമം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മെയിൻ നമ്മുടെ പിന്നെ കണ്ണൂർ കാസർഗോഡ് പിന്നെ കാസർഗോഡ് പിന്നെ കന്യാകുമാരി റോഡിൽ അത് ചെറിയ ഒരു ഇതാണ്, റോഡാണ്. കാലവണ്ടികളിലെ അത് സ്ഥലം മാത്രമേ അവിടെ ഉള്ളൂ. ബസ്സോ ഒന്നും പോവില്ല, ബസ്സില്ല, ലോറിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ പിന്നെ ഈ കാരക്കാട് ഒരു കുഗ്രാമമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടേക്ക് പിന്നെ എഴുത്തും വായനയും കഥകളും ഒക്കെ വരുന്നത് എങ്ങനെ? അവിടെ കുഗ്രാമാണെങ്കിലും സർഗാത്മകത എവിടെയും എത്തി നോക്കും. നമ്മളെ നിലാവ് വെളിച്ചം എല്ലാ സ്ഥലത്തും എത്തില്ലേ, സൂര്യപ്രകാശം സകല സ്ഥലത്തും എത്തില്ലേ, അതുപോലെ തന്നെ സർഗാത്മകത എല്ലാ സ്ഥലത്തും. ഇപ്പോൾ കാരക്കാട് ഒരു മനോഹരമായ ഒരു നല്ല ഒരു വിജനമായ സ്ഥലം, പള്ളി, പിന്നെ പള്ളിക്കുളം, പിന്നെ മദ്രസ, ഇതൊക്കെ കഴിഞ്ഞ് ഒരു കുന്ന്. ഈ കുന്ന് ഭയങ്കര ഐതിഹ്യമുള്ള കുന്നാണ്, മാച്ചനാരി കുന്ന്. ആ കുന്നിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾക്കൊക്കെ പോകാൻ ഭയമായിരുന്നു. ഈ ഭയത്തിൻ്റെ കാരണം അവിടെ ഈ പിന്നെ പ്രേതങ്ങളുണ്ടെന്ന് പറയും, കുട്ടിച്ചാത്തൻ, ചാമുണ്ടി, എല്ലാ പ്രേതങ്ങളും. ഈ പിന്നെ അവിടെ ഒരു പൊട്ടക്കിണറുണ്ട്. ഈ പൊട്ടക്കിണറിലാണ് ചില ആളുകൾ കൊലപാതകം നടത്തുന്ന ആളുകൾ നമ്മുടെ അതിനകത്തിട്ടേക്കും. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ കയറും, ഈ കുന്നിൻ്റെ മുകളിൽ. പിന്നെ ചുറ്റി വരും. അപ്പോൾ ഈ കുന്നിന് ചുറ്റും പറങ്കിമാവുകളാണ്, ഓന്തരം പറങ്കിമാവുകളാണ്. ഞങ്ങളുടെ സ്ഥലങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഈ പറങ്കിമാവുണ്ടല്ലോ, പറങ്കിമാവ് അങ്ങോട്ട് പൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗന്ധം ഒരു സ്ത്രീയുടെ ഗന്ധത്തെക്കാളും അതുല്യമാണ് പറങ്കിമാവിൻ്റെ ഗന്ധം. ഇങ്ങനെ പൊട്ടിച്ച് അങ്ങനെ ഞങ്ങൾ പച്ചയണ്ടി കൊണ്ടുവരും. പച്ചയണ്ടി പറിച്ചിട്ട് പച്ചയണ്ടി വെട്ടിക്കൊണ്ടുവന്ന് കുറേ നമ്മളെ പറമ്പത്ത് തന്നെ പച്ചയണ്ടി തരാതെ കൊണ്ടുവന്ന് പച്ചയണ്ടി അമ്മയിലിട്ടൊക്കെ അരച്ച് അതിൻ്റെ പാലെടുക്കും. അന്ന് പാലില്ല, പശു ഇസ് എ റെയർ എലിമെൻറ്റ്. പാല് പറഞ്ഞ ചായ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്, സ്കോച്ച് കുടിക്കുന്ന മതി. ഇപ്പോൾ സ്കോച്ച് സംഭവമല്ല. ഈ പച്ചയണ്ടി അരച്ച് അതിൻ്റെ പാലെടുത്ത് ചായയൊക്കെ ഒഴിക്കും. അങ്ങനെ ഒരു കാലമായിരുന്നു പഴയ കാലക്കാട്. വായനനെ സഹായിക്കുന്നത് ജ്യേഷ്ഠൻ അബ്ദുറസാഖായിരുന്നു എന്ന് പറയുന്നു. ഏട്ടൻ വീട്ടിൽ ഫാദർ ഇങ്ങനെ ചന്ദ്രയും മാതൃകയും വരും. അപ്പം ഇതെല്ലാം ഏട്ടനെന്ന് അപ്പം അന്നിങ്ങനെ മാതൃകയിലിങ്ങനെ ഒരു പരസ്യം വന്നു, ലോക കഥാമത്സരം. എല്ലാ പിന്നെ സംസ്ഥാനങ്ങളിലും ഭാഷകളിലും. അത് അന്ന് 8-10 ഭാഷയുള്ളൂ ഇന്ത്യയിൽ. അപ്പം ഈ കഥാമത്സരം ഇപ്പം മലയാളത്തിൽ നടത്തുന്ന മാതൃഭൂമിയായിരുന്നു അവിടുത്തെ കഥയൊക്കെ. ആ കഥാമത്സരം നടന്നു. അതിന് സമ്മാനം കിട്ടിയത് ഫസ്റ്റ് 1ാം സമ്മാനം KT മുഹമ്മദ്, 2ാം സമ്മാനം KP, അങ്ങനെ ഒരു 4 ആൾക്ക് കിട്ടി. അപ്പോൾ KT മുഹമ്മദിൻ്റെ കഥ സമയത്ത് വലിയ സംഭവം. അന്ന് KT മുഹമ്മദ് നാടകമൊക്കെ തുടങ്ങിയ സമയമായിരുന്നു.
അന്നത്തെ അപ്പോൾ ഇതൊക്കെ കൗതുകത്തോടെ നമ്മളിങ്ങനെ നോക്കുക. കഥ ഇതൊക്കെ ജ്യേഷ്ഠനാണ് ഇതൊക്കെ ശ്രദ്ധയപ്പെടുത്തുന്നത്. അല്ല, ഉപ്പൻ്റെ ഒരു സമീപനം എങ്ങനെയായിരുന്നു എഴുത്തിനോടൊക്കെ? ഇപ്പം ഇങ്ങനെ വായിക്കാനൊക്കെ നമ്മളിപ്പോൾ അധികം പഠിക്കണ്ടെന്ന് പറയാം. പാഠപുസ്തകം അധികം പഠിക്കണ്ട, പുറത്തുള്ള വായിക്കാൻ പറയും. അത് നല്ലൊരു പ്രചോദനമായിരുന്നു. നല്ല പ്രചോദനം. ഇവിടെ ഈ സ്മാരകശിലകളുടെ ഒരു ഭൂമിക കാരക്കാടാണല്ലോ. ഇപ്പോൾ ഖാൻ ബഹാദൂർ പൂക്കോയത്തങ്ങളാണ്, പൂക്കുഞ്ഞിബി, എറമുള്ളാൻ, ആശാരിച്ച്, ഇവരൊക്കെ ശരിക്കും അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. എല്ലാവരും അതിൽ പിന്നെ ജീവിച്ചിരിക്കാത്തൊരു കഥാപാത്രമൊന്നുമില്ല. എൻ്റെ ഭാവനയുള്ള ഒരു കഥാപാത്രമില്ല. ജിന്ന് മാത്രമേ ഉള്ളൂ. ജിന്നില്ല. കുഞ്ഞിക്കൻ്റെ ഉമ്മ 5-ാം വയസ്സിൽ മരിച്ചു പോയതാണ്. പിന്നെ എച്ചാച്ചൻ്റെ ഒരു തണലിലാണ് വളരുന്നതൊക്കെ. എച്ചാച്ച പറഞ്ഞു തന്ന കഥകളെക്കുറിച്ചൊക്കെ കുഞ്ഞിക്ക് ഒരുപാട് പറയുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓർമ്മകൾ എങ്ങനെ? നമ്മുടെ ഈ ഉമ്മയുടെ മുഖം എനിക്ക് ഓർമ്മയില്ല. തിരുമ്പം മുറിയിൽ നിന്ന് അധികം പല പല പുസ്തകങ്ങൾ മുറിയിൽ നിന്ന് അധികം പുറത്ത് വരില്ല. മുറിയിൽ തന്നെ ഏകാന്ത ജീവിതമായിരുന്നു. വളരെ താല്പര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ കുറച്ചൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്താ രാജ ഇത്? നല്ല നാരം കൊണ്ട് എന്നിട്ട് അതിൽ ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൻ്റെ വീട്ടിൽ പിന്നെ എല്ലാ സൗകര്യങ്ങളുള്ള വീട്, വലിയ തറവാട്, അതായത് പിന്നെ ഇൻവൈറ്റ്സ് അകത്ത് താമസിക്കുന്ന ആളുകൾ, ഞാൻ, ഏട്ടൻ, ഉമ്മ, ചാച്ച, പിന്നെ ഒരു അംഗങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു 2 മുസ്തേക്കന്മാർ വൈകിട്ട് വീട്ടിൽ തന്നെ താമസമായിരുന്നു. പള്ളിയിലെ മുക്കളെ 2 മുസ്തേക്കന്മാരും. അപ്പോൾ അവർ പ്രധാനമായിട്ട് അവരുടെ ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അവർ പ്രധാനമായിട്ട് ചെയ്ത് ഞങ്ങളെ ചെറുപ്പത്തിലേക്ക് കുറയാൻ പഠിപ്പില്ല. അപ്പോൾ ഉമ്മ പ്രസക്തിയില്ല. ഉമ്മ ചെറുപ്പത്തിലിങ്ങനെ അവിടേക്കൊക്കെ ഇങ്ങനെ കുളിക്കൂല. പിന്നെ അമ്മ മുറിയുന്ന കുളിക്കുക. കർമ്മങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു വരുത്തും. എന്നിട്ട് മഴ പെയ്യിക്കും. ഇതിനെ കുളിക്കും, തോർത്തും. ആ ചൂടിനെ എനിക്കും അതിൻ്റെ ചൂടായിരിക്കും എനിക്കുണ്ടായിരിക്കാം. അതേപ്പറ്റി വലിയ ഓർമ്മ ഉമ്മ മരുന്നിനെ പറ്റി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. മരുന്ന് ബോഡി കണ്ടതൊക്കെ അതുകൊണ്ടൊരു ഫീൽ ചെയ്തിട്ടില്ല. മരുത്തായിട്ട് ഫീൽ ചെയ്തതിനോടാണ് കുറെ കൂടി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഭയങ്കര അറ്റാച്ച്മെന്റ്. എത്ര ചേച്ച മരിക്കുന്നത് 90-ാമത്തെ വയസ്സിലല്ലേ? എനിക്കൊന്ന് 19 വയസ്സായിരിക്കും. ഭയങ്കര അറ്റാച്ച്മെന്റ്. എന്നെ മുഴുവൻ ഒരു മനുഷ്യനാക്കി എടുത്ത ചാച്ച അപ്പോൾ ഉത്തരം താങ്ങുന്ന പല്ലിൽ ചാച്ച പറഞ്ഞിരുന്ന കഥകൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. മുമ്പ് ഭയങ്കര നോളജാണ്. അവർ വായിക്കുന്നത്. അവർക്ക് മലയാളം അറിയില്ല. ഈ അറബ് മലയാളമാണ്. മറ്റേ തിരൂരങ്ങാടി പിന്നെ ഇതില്ലേ ആമനല്ല CH ബോക്സിൻ്റെ അവിടുത്തെ പുസ്തകങ്ങളാണ്. ഇച്ചാച്ച പറഞ്ഞു തന്ന പ്രണയകഥകളാണ് കുഞ്ഞിക്കനൊരു വലിയ കാമുകനാക്കിയത്. എന്താണ് കാരണം? ചാച്ച ഭയങ്കര ഒരു കാമുകയായിരുന്നു. കാമുകൻ വെച്ചാൽ പ്രണയത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു അവർണ്ണീയമായൊരു സ്വത്വമായിരുന്നു അവർ. പിന്നീട് ഞാൻ അതിനെ നിരാകരിക്കാൻ കാരണം, ഈ ഞാൻ നരേന്ദ്രമോദി മുസ്ലിംസിനെ കൊന്നില്ല. അയാളുടെ പേര് നരേന്ദ്രമോദി എന്നല്ല, നരാധവ മോദി. ദേശത്തെ അടയാളപ്പെടുത്തലാണ് എഴുത്ത് എന്ന് പറയാറുണ്ട്. അപ്പോൾ കുഞ്ഞിക്കൻ്റെ സ്മാരകശിലകളിലാണെങ്കിലും ആദ്യകാല കഥകളിലൊക്കെ കാരക്കാടും ആ പരിസരത്തെ ഗ്രാമങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം അലിഗഡിലെത്തുമ്പോൾ അലിഗഡ് കഥകൾ, അതിലും അലിഗഡ് എന്ന് പറഞ്ഞൊരു ദേശവും ആ ഉത്തരേന്ത്യൻ ഒരു ഭൂമികയൊക്കെ വല്ലാതെ വരുന്നുണ്ട്. എഴുത്തും ദേശത്തിനുള്ള ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കേണ്ടതല്ല. നിങ്ങളൊരു സ്ഥലത്ത് നിൽക്കുന്നു, അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നു, അവിടുത്തെ വായു ശ്വസിക്കുന്നു, ആ മണ്ണിൽ താമസിക്കുന്നു, അവിടുത്തെ ആളുകളായിട്ട് ഇടപഴകുന്നു, ആ സമൂഹമായി നിങ്ങൾ പിന്നെ പ്രതികരിക്കുന്നു. അപ്പോൾ അതിൽ തന്നെ ഇത് വരും. അതിന് പ്രത്യേകിച്ചൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ കുഞ്ഞിക്കൻ്റെ ജീവിതത്തിൽ വരുന്നൊരു ദേശം കോഴിക്കോടാണ്. കോഴിക്കോടുള്ള ബന്ധം തുടങ്ങുന്നു. പിന്നെ MT ഗുരുവായി മാറുന്നു. കുഞ്ഞിക്കൻ്റെ ഒരു സാഹിത്യ ജീവിതത്തിൽ ഒരു നിർണായക സ്വാധീന ശക്തിയാവുന്നു ഒക്കെ കോഴിക്കോട് വെച്ചാണ്. കോഴിക്കോടായിട്ട് എൻ്റെ ബന്ധം ഒരു MT ഒക്കെ വരുന്നതിന് മുമ്പുണ്ട്. കോഴിക്കോട് എൻ്റെ വന്യമോനുണ്ട്, പുനത്തിലെ പോകത്ത്. ഇവിടുത്തെ ആദ്യത്തെ ബോട്ട് നിർമ്മാതാവ് ജയ്പൂരിൽ. പുനത്തിലെ അബൂബക്കർ പറഞ്ഞാൽ വിറച്ചുവും യൂറോപ്യൻ ലൈഫ് സ്കോച്ച് വിസ്കി നിത്യം കൊടുക്കുന്നത് നിസ്കരിച്ച ശേഷം. പുനത്തിലെ അബൂബക്കർ ഇപ്പോൾ കളിക്ക് ഇപ്പം അയാളെ മക്കളൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ അമ്മയുടെ അങ്കിളാണ്.
കണ്ട ഞെട്ടിപ്പോയാണ്. മോതിരി ഒരു യൂറോപ്പ് ശരിക്കും നമ്മൾ കാരക്കാട്ടൊക്കെ വരുമ്പോൾ കയറ്റി വരിക. അപ്പം അങ്ങനെ ആദ്യം തുടങ്ങുന്ന ബന്ധം ഒരു 7-8 വയസ്സിലാണ്. ഇന്ന് കാരക്കാട്ട് നിന്ന് ട്രെയിനിൽ കയറിയാൽ വരിക. പാത്തുപ്പിറ്റാറ്റ നമ്മുടെ ഉമ്മാമ്മൻ്റെ അടുത്തുണ്ട്. പാത്തുപ്പിറ്റാറ്റ എന്നെ എടുത്തിങ്ങനെ വെക്കുന്ന ഉണ്ട വെക്കുന്ന മാതിരി ട്രെയിനിൽ. അങ്ങനെ കോഴിക്കോട് വരാം. മലപ്പറമ്പിലാണ് മുപ്പറ ബംഗ്ലാവ്. എം ടി ആയിട്ടുള്ളൊരു ബന്ധം വരുന്നത് ഞങ്ങൾ സ്കൂളിലൊക്കെ പിന്നെ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ ഞാൻ ചെറിയ കഥ ബാലവാങ്ങത്തിലൊക്കെ ഏട്ടൻ്റെ ഇൻഫ്ലുവൻസും ഒക്കെ ഉള്ള ഏട്ടൻ എഴുതുകയും ചെയ്യില്ല. നമുക്ക് ഐഡിയാസ് തരും പുള്ളി, പറ്റിയില്ല. ചെറിയൊരു കഥകൾ എഴുതും. പിന്നെ ബാലവാങ്ങത്തിലേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം ബാലവാങ്ങത്തെ കഥ. അതിന് 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ. അപ്പോൾ ഒരു കഥ എഴുതി. അസം കുട്ടിക്ക് ഷോർട്ടേജ് വന്നപ്പോൾ ഒരാൾക്ക് ഷോർട്ടേജ് വരുന്നതാണ്. അപ്പോൾ എം ടി അത് ആ കഥ ബാലവാങ്ങത്തെ കൊടുത്തു. ചെറിയ കഥയായി. അതിൻ്റെ പേര് കൊണ്ട് മാറ്റി ഷോർട്ടേജ് എന്ന് മാത്രമാക്കി. അപ്പോൾ എനിക്കൊരു കത്തായിട്ട് വലിയ നീണ്ട കത്ത്. പക്ഷേ ഇതിൽ സത്യമുണ്ട്. പക്ഷേ നമ്മുടെ അറിവിലുള്ള കാര്യങ്ങളാണ് എഴുതുന്നത് പറഞ്ഞിട്ട് കത്ത്. പിന്നെ അതുപോലെ കുഞ്ഞിക്ക എഴുത്തുകാരനായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോടുകൂടി തന്നെ പിന്നെ എനിക്ക് ഇമേജ് വേണ്ട, ഫ്രീഡം മതി എന്നുള്ളൊരു ലെവലിലേക്ക് വരുന്നുണ്ട്. അതോടുകൂടിയാണ് ഈ രാഷ്ട്രീയക്കാരൻ, അരാജകവാദി എന്നൊക്കെയുള്ള അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. നമ്മുടെ ലൈഫ് അതാണ്. ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം എന്താണ്? മനുഷ്യന് ഫ്രീഡം അല്ലേ ഏറ്റവും ആവശ്യം അല്ലേ? 30 കൊല്ലമൊക്കെ ജയിച്ചിടുക, 20 കൊല്ലം ജയിച്ചിടുക. ഫ്രീഡം തന്നെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വത്ത് അല്ലേ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യവും സ്വത്തും സുഖവും ഫ്രീഡം തന്നെയാണ്. ഫ്രീഡം ഇല്ലെങ്കിൽ അതിനൊരു ആ ഫ്രീഡം ഒരു അരാജക ജീവിതം നയിക്കാൻ ഒരിക്കലുമില്ല. നമ്മുടെ ഒരു അരാജക ജീവിതത്തിൽ ഒരിക്കലുമില്ല. എന്താണ് ആളുകൾ ഇവിടെ എന്താ അരാജക ജീവിതത്തിൽ ഞാൻ ചെയ്തിരിക്കുന്നത്? വളരെ ചിട്ടയായ ജീവിതത്തിലാണ്, വളരെ അളന്നു മുറിച്ച് ജീവിക്കുന്നത്, സ്കെയിൽ വെച്ചാണ് ജീവിക്കുന്നത്. ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. നമ്മൾ പ്രേക്ഷകരും ആളുകളൊക്കെ പറയാം, പറഞ്ഞിട്ട് വളരെ സന്തോഷമാണ്.